പഞ്ചഗുസ്തി മത്സരങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടി ഒരു കുടുംബം. കോഴിക്കോട് കുന്നത്തുപാലം സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ ഷൗക്കത്തും കുടുംബവുമാണ് കൈക്കരുത്തിൽ താരങ്ങളാകുന്നത്. കൈക്കരുത്തുകൊണ്ട് വാരിക്കൂട്ടിയ മെഡലുകളാണ് കുന്നത്തുപാലത്തെ ഈ വീടു നിറയെ. ഷൗക്കത്ത് മാത്രമല്ല, ഭാര്യ നജമുന്നീസയും ഇരട്ടക്കുട്ടികളായ ഷർഫാനും ഇർഫാനുമാണ് ഇതിന്റെ ഉടമസ്ഥർ. ജിമ്മിൽ പോയപ്പോഴാണ് കൈക്കരുത്തിനെ കുറിച്ചും പഞ്ചഗുസ്തി മത്സരത്തെക്കുറിച്ചും ഷൗക്കത്ത് കൂടുതൽ അറിയുന്നത്. കൽപ്പണിക്കാരന്റെ കൈബലം എതിരാളികളൊക്കെയും പിന്നീട് സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു. ഓട്ടോ തൊഴിലാളിയായുള്ള ജീവിതയാത്രയിലും കൈക്കരുത്തിനെ കൈവിട്ടില്ല. ഞാനിങ്ങനെ വീട്ടിലേക്ക് ട്രോഫിയും മെഡലൊക്കെ ആയിട്ട് വരുമ്പോൾ കുട്ടികൾ പറയാറുണ്ട്, ഞങ്ങളും വലുതായാൽ ഇതിലേക്ക് വരും. അപ്പോഴൊന്നും വൈഫിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. വൈഫ് ഇപ്പോൾ ഒരു 5 വർഷമായിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത്. 8 പ്രാവശ്യമായിട്ട് നാഷണലിൽ എനിക്ക് മെഡലുണ്ട്, സെലക്ഷൻ ഉണ്ട്. വേൾഡിലേക്കുള്ള ഇതുവരെ പോയിട്ടില്ല. വേൾഡിൽ ഒരു പ്രാവശ്യമെങ്കിലും വേൾഡിലൊന്ന് പങ്കെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പങ്കെടുക്കാൻ പറ്റുകയാണെങ്കിൽ പോകും. ഷൗക്കത്തിന്റെ ജീവിത സഖിയായ ശേഷമാണ് നജ്മുന്നീസ ഈ മേഖലയിലേക്ക് വന്നത്. ഭർത്താവിന്റെ പിന്തുണയും പ്രോത്സാഹനവും തന്നെയായിരുന്നു അതിനു പിന്നിൽ. എല്ലാവരും പ്രോത്സാഹനമായിരുന്നു. ഹസ്ബൻഡും പിന്നെ ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ഇതിലേക്ക് ഇറങ്ങിയത്. പിന്നെ ഇക്കാണ്ടായതുകൊണ്ട് കൂടുതൽ എളുപ്പമായിട്ട് തോന്നി. അങ്ങനെ പ്രയാസമായിട്ടൊന്നും തോന്നിയില്ല. ലോകത്തെ ഏറ്റവും വലിയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പുകളിലൊന്നായ പ്രോ പഞ്ചിലടക്കം ഇവർ മെഡലുകൾ സ്വന്തമാക്കി കഴിഞ്ഞു. ഉപ്പയുടെയും ഉമ്മയുടെയും കൈപിടിച്ചാണ് ഷർഫാനും ഇർഫാനും ബലാബലം കാട്ടിയത്. ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഷൗക്കത്ത് സ്വർണവും നജ്മുന്നീസ വെള്ളിയും നേടിയപ്പോൾ മക്കൾ തമ്മിലായിരുന്നു അംഗം കുറിച്ചത്. കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് പരിശീലനത്തിനും ചെലവിനുമുള്ള പണവും കണ്ടെത്തുന്നത്. അതുകൊണ്ട് സർക്കാരിന്റെ ഒരു കൈസഹായവും കാത്തിരിക്കുകയാണ് ഈ കുടുംബം. കൈക്കരുത്തിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുകയാണ് ഈ കുടുംബം. നേട്ടങ്ങളുടെ തിളക്കങ്ങൾ ഇവരെ തേടി ഇനിയും എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ക്യാമറമാൻ അനൂപിനും ഹരിക്കുമൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.